അയ്യോ സർ നിക്കണം സർ നിക്കണം ഒരു മിനിറ്റ്. ഞാൻ സാറിന് വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല, പക്ഷേ എന്നാലും എൻ്റെ ആനീസ് കിച്ചണിലേക്ക് വന്നത് ശരിക്കും എനിക്കൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. ഇത്രയൊന്നും മതിയാവുകയല്ല, എന്നാലും ഞങ്ങളുടെ ഒരു എളിയ സ്വീകരണം. വരണം. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. സാറിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷാ. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നേ, ചേച്ചിയുടെ കൈപുണ്യത്തിന് അത്രയൊന്നും എത്തുകയല്ല. എന്തായാലും സാർ വരണം. കൊള്ളാമല്ലോ. താങ്ക് യു. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ശരിക്കും സാർ എന്നും എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഒരുപാട് തൃപ്തിയുള്ള ദിവസമാണ്. എന്താ പറയാ, സാറിനെ പറ്റി പറഞ്ഞ വാക്കുകൾ എൻ്റെ വായിൽ കുറച്ചായിരിക്കും. നമുക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണത്തിന്റെ പുറത്തല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും എനിക്ക് എന്താ പറയാ, എനിക്ക് എൻ്റെ വാക്കുകളൊക്കെ ഇച്ചിരി ആയിപ്പോവും സാറിനെ പറ്റി ഞാൻ പറയാനില്ല. നമുക്കിനി എന്താ വെച്ചാൽ അത് ഞങ്ങൾക്ക് എനിക്കെന്നല്ല, ശരിക്കും ഞാൻ എന്താ പറയാ, ഓൺ ബിഹാഫ് ഓഫ് എൻ്റെ പ്രേക്ഷകരുടെയും കൂടെ ഞങ്ങൾക്ക് സാറിനെ പറ്റിയും ചേച്ചിയെ പറ്റിയും ഒക്കെ ഞങ്ങൾക്ക് അറിയണം. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞാൽ പോരല്ലോ. സാറിനെ പറ്റി നല്ലോണം അറിയണമെങ്കിൽ ചേച്ചി സാറും ഇരുന്ന് നമുക്ക് വർത്താനം പറയണം. സാറിന്റെ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷങ്ങൾ. ഷാജി ഉണ്ടല്ലോ? ഓ ഉണ്ട്, വേണ്ടത്തുണ്ട്. ഇപ്പൊ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതിന്റെ തിരക്കിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാനിന്ന് പറയും ചെയ്തു എന്റെ ഷോയിലേക്ക്, എന്താ പറയാ, ഞാൻ വാക്കുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതിയാവൂല സാറിനെ പറ്റി പറയുകയാണെങ്കിൽ. ശരിക്കും സാറ് വളർന്നതെല്ലാം പൂനെയില്. വളർന്നത് എവിടെയല്ല, ശരിക്ക് നമ്മളെ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ കണ്ണൂരിൽ. കണ്ണൂരാണ് ശരിക്കും വീട്. അവിടെ തന്നെ ഞാൻ വളർന്നതൊക്കെ. പിന്നെ ഇടയ്ക്ക് പിന്നെ പല സ്ഥലത്തുമായിരുന്നു എൻ്റെ സ്റ്റഡീസൊക്കെ. കുറച്ച് കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട്, പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞു ബോംബെ, പൂനെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ സർ, ബോംബെയിൽ പോയിട്ടാണ് സർ ഹിന്ദുസ്ഥാനി അതെല്ലാം കുറച്ചുകൂടെ ഇതായത് അല്ലേ? നമ്മുടെ കേരളയിലേക്ക് വന്നപ്പം ശരിക്കും കേരളയിൽ കൂടുതലും കർണാട്ടിക് സംഗീതമല്ലേ കൂടുതൽ. അപ്പം ശരിക്കും ആ ഹിന്ദുസ്ഥാനി നമ്മുടെ കേരളയിലേക്ക് ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത്, വരാൻ ഇച്ചിരി ഒരു പാടുപോലെ അല്ലേ സാറിനാൽ? അത് കഴിയുമെന്ന് തോന്നുന്നു എനിക്ക്. അതുണ്ടായിരുന്നു, മുന്നേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ലാസ്റ്റ് 2019 ഞാൻ ഇവിടെ വന്നത്. 1990 ട്രിവാൻഡ്രത്ത് കേരളത്തിൽ വന്നു. അപ്പോൾ നേരെ ട്രിവാൻഡ്രത്തൊക്കെയാണ് വന്നത്, ഷിഫ്റ്റ് ചെയ്ത്. അപ്പോൾ അതിനുശേഷം അപ്പോഴൊന്നും ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്താണെന്ന് അറിയില്ലല്ലോ. സത്യം എനിക്ക് അത്ര അറിവില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഹിന്ദുസ്ഥാൻ കുറച്ചുകൂടെ കർണാട്ടിക്കിനെക്കാട്ടിലും ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ രാഗങ്ങളൊക്കെ? കുറച്ചുകൂടെ എല്ലാം ഉണ്ട്. സ്ലോ മൂവ്മെൻ്റ് ഉണ്ട്, മിഡിലുള്ള ഒരു ഇടയ്ക്കുള്ള മൂവ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. സാറിനാൽ നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതം നമ്മുടെ ഹോൾ വേൾഡിൽ എത്തിക്കാൻ പറ്റണം. തീർച്ചയായിട്ടും എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ, പ്രേക്ഷകരും ഒക്കെ സാറിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പൊ വലിയ സന്തോഷമുള്ളത്, അതെ അതെ, എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ കേരളത്തിൽ എവിടെ കോൺസേർട്ട് ചെയ്യുമ്പോഴും ഫുള്ളാണ് ഓഡിയൻസ്. അതൊരു നല്ലൊരു ചേഞ്ചാണ്. കാര്യം 1990 ഞാൻ വരുമ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഞാൻ 1993 30 hours സൂര്യ ഫെസ്റ്റിവലിൽ 30 hours പാടിയപ്പോൾ. സർ ശരിക്കും എന്നാ പറയുന്നത്, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു പവറിലേക്ക് എന്താ പറയാ അതിനൊരു സ്പിരിച്വൽ ഇത് വരും എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഒരു അനുഭവം സാറിന് എന്തോ പാടിയ സമയത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കേട്ടറിവേ ഉള്ളൂ, അറിയില്ല. അത് പല സമയത്തുണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് എണ്ണിപ്പെറുക്കി കിട്ടുന്ന ആൾക്കാർക്കുള്ള ഒരു അനുഗ്രഹമാണത്. അത് നമ്മളെ ഇൻവോൾവ്മെൻ്റ് ആണ്. അത് മ്യൂസിക്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആകുമ്പോൾ നമ്മൾ ശരിക്കും ധ്യാനം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് നമ്മുടെ ധ്യാനം നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ സമാധി അവസ്ഥയിൽ ഇരുന്നിട്ട് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് സംഗീതവും. റിയൽ മ്യൂസിക് പണ്ട് മുതൽക്കേ മ്യൂസിക് ഉണ്ടായിട്ടുള്ളത് ശരിക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് സംഗീതം ഉണ്ടായിട്ടുള്ളത്. എനി മ്യൂസിക്, വേൾഡ് മ്യൂസിക് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സംഗീതം ഭഗവാന് അർപ്പിക്കാനുള്ള, ഗോഡിന് വേണ്ടിയിട്ടുള്ളതാണ് സംഗീതം. അങ്ങനെയാണ്. അതേപോലെ സംഗീതത്തിൻ്റെ ഭാഷ ഉണ്ടായിരുന്നത് നമുക്ക് സംസ്കൃത ഭാഷ ഉണ്ടായിരുന്നു, ലോകം മുഴുവൻ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ആ സംസ്കൃതം ദേവഭാഷയാണ്. അപ്പോൾ ആ ദേവഭാഷ എന്ന് പറയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അത് പാടുമ്പോഴും അതിന് ഈ സംസ്കൃതം നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കുമായിട്ട് ചേരുമ്പോൾ അതിന് വേറൊരു പവറുണ്ട്. ഇത് പാടുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ഉണ്ടായിട്ടുണ്ടല്ലോ അമ്മയുടെ അടുത്ത്, അമ്മയുടെ പിന്നെ വള്ളിക്കാവിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാടുന്നത് ഗജേന്ദ്രമോക്ഷം. നമ്മുടെ ഒരു ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞാൽ ആനയുടെ
കാലിൽ ക്രൊക്കഡൈൽ വന്ന് കടിച്ചപ്പോഴേ ആ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്തിരുന്നിട്ട് വരുന്നു, രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ ഇത് ഞാൻ അമ്മയുടെ അടുത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഗരുഡ ചढ़ी പധാരേ ഗരുഡ ചढ़ी പധാരേ ഗരുഡ ചढ़ी ഗരുഡ 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 ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മുന്നിലിരുന്ന് പാടാം. അമ്മ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ഡിവോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹേമ ഇതുപോലെ ഇരുന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഈ മുകളിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ഗരുഡൻ അവിടെ ഇരിക്കുന്നു. ഇത് സംഭവിച്ച കാര്യമാണ്. ഗരുഡൻ മുകളിൽ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇൻസ്പയർഡ് ആയി. കാരണം ഇതെന്ത് സംഭവിക്കുന്നത് മനസ്സിലായില്ലേ. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇൻവോൾവ്ഡ് ആയി. അപ്പോൾ ഈ ഗരുഡൻ ഇപ്പോൾ ആനി ഇരുന്ന അതേ പോർഷനിൽ വന്നിരുന്നു. വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് പിന്നെ അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്, വിഷ്വൽസ് റെക്കോർഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇരിക്കുന്നു. കോൺസേർട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ വന്നു അതിൻ്റെ അകത്ത്, അത്രേ ഉള്ളൂ. അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പാട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഗരുഡൻ തിരിച്ചു പറന്നു പോയത്. പാട്ട് തീരുന്നിടം വരെ. എന്നിട്ട് അമ്മ പറഞ്ഞു, മോനെ അവൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, പക്ഷേ ഇത് മോൻ്റെ അടുത്ത് വന്നിരുന്നത് മോൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി സംതിങ് ഈസ് റിലേറ്റഡ് ടു ഗോഡ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ശിവോഹം, ഞാനിപ്പോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, ശിവോഹം പാടുമ്പോൾ എനിക്ക് പലപ്പോഴും സ്റ്റേജിൽ തന്നെ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്ത് നമ്മൾ മൽഹാർ പാടുമ്പോൾ, അബുദാബിയിൽ പാടുമ്പോൾ അവിടെ ഒരു മഴ പെയ്തു. അതെ, ശരിക്കും പാട്ടുകൾക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട് എന്തായാലും മ്യൂസിക്കിനുണ്ട്. അത് സംഭവിക്കുന്നുള്ളൂ. എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇൻവോൾവ്മെന്റ് ആയിരിക്കാം ചിലപ്പോൾ. തീർച്ചയായിട്ടും സാർ, ഏതൊരു കാര്യമാണെങ്കിലും ഈ പറഞ്ഞ കൂട്ടി ഞാനൊരു ചെറിയ പാചകം ചെയ്യുകയാണെങ്കിലും നമ്മുടെ സകല ഇൻവോൾവ്മെന്റും അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ അത് നന്നാവുള്ളൂ അല്ലേ. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഫാമിലി, ചേച്ചിയും നല്ലതായിട്ട് പാടും, ഒരു ഫാമിലി മൊത്തം പാട്ടിന്റെ എല്ലാവരും പാടും. രണ്ട് മക്കള് മധുവന്തി, മധുശ്രീ. എന്റെ മോനെ പോലെ തന്നെ എന്റെ മകൻ തന്നെ. ചേട്ടന്റെ മോനെ, അവൻ ഇന്നലെ വന്നേ ഉള്ളൂ. ഞങ്ങൾക്കൊന്ന് പാടിത്തരണേ. അതേപോലെ ഒരു കാര്യം ചോദിച്ചേ, സാറിന് രണ്ടും പെൺകുട്ടികൾക്കും രാഗങ്ങളുടെ പേരാ ഇട്ടേക്കുന്നോ? ആണോ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞ എന്നാ പേര്? മൂത്ത മോള് മധുവന്തി, രണ്ടാമത്തെ ആളുടെ പേരെന്താ? മധുശ്രീ. ഇതെല്ലാരും കാണുവാന്നേ. ഇത് നന്നായി. എന്തായാലും സ്കൂള് ചോദിച്ചില്ലല്ലോ. സ്കൂൾ ഏത് സ്കൂളിലാണ്? ഒരു മിനിറ്റ് ഇങ്ങനെ അവിടെ ഇവിടെ കാണിച്ച്. അതെ, ഇത് ഞാൻ പറഞ്ഞ അവളെ ഇപ്പൊ വീട്ടിൽ പോയിട്ട് പറയും, എനിക്ക് പറയാൻ തന്നില്ല എന്ന് പറഞ്ഞു. ചേച്ചിയുടെ വിശേഷങ്ങൾ ഞങ്ങൾ ചോദിക്കും. ചേച്ചി ട്രിവാൻഡ്രത്തിന്നാണോ? ഇല്ല, ഞാൻ കണ്ണൂര്. ഞാൻ കല്യാശ്ശേരി പറയുന്നത്. ചേച്ചി മ്യൂസിക് ആണോ പഠിച്ചേക്കുന്നത്? ഇല്ല, ഞാൻ മ്യൂസിക് ഒന്നും പഠിച്ചില്ല. ഞാൻ കല്യാണത്തിന് ശേഷം പഠിച്ചത്. അതുവരെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാടി നടക്കും. ആസ്വദിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. അതെ അതെ. രണ്ടിലും പാടും, ഹിന്ദുസ്ഥാനിയും പാടും. ശരിക്കും പറഞ്ഞാൽ വർത്താനം പറഞ്ഞ് സാറിന്റെ വർത്താനം കേട്ടാൽ ഞങ്ങൾക്കും കൂടെ ഒരുപാട്, എനിക്ക് മാത്രമല്ല എൻ്റെ പ്രേക്ഷകർക്കും കൂടെ ഒരുപാട് അറിവുകൾ കിട്ടും. പക്ഷെ എന്നാലും എൻ്റെ എന്നാ പറയുന്നത്, എൻ്റെ കിച്ചണിലേക്ക് വന്നിട്ട് സാറിന് ഞാൻ ഒന്നും സെർവ് ചെയ്തില്ല. ഞാനൊരു ചെറിയ ഒരു ഡിഷ് തരാം. ഈ പറഞ്ഞ പോലെ ഒത്തിരി ഒന്നല്ല, ഇച്ചിരി ആണെങ്കിലും എൻ്റെ മാക്സിമം ഇൻവോൾവ്മെന്റോടുകൂടി ഞാൻ ചെയ്ത ഒരു ചെറിയ ഡിഷാണ്. അല്ല, അതിനേക്കാളും വലിയൊരു കാര്യമാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഞാൻ മഴയത്ത് മുൻപേ ഞങ്ങൾ കണ്ടിട്ട് എപ്പോഴെങ്കിലും ടി വിയിൽ കണ്ടാലും ഓഫ് ചെയ്യാറില്ല. ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ശരിക്കും എന്റെ ആനീസ് കിച്ചണിൽ വന്നപ്പോ സാറ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും അതെന്നാ ഒരു പൊൻതൂവൽ പോലെ തന്നെയാ. ഇപ്പൊ ചേച്ചി എന്നെ ഇഷ്ടമെന്നും കൂടെ പറഞ്ഞപ്പോ ശരിക്കും കേട്ടോ, ദൈവമേ അഹങ്കാരം ഒന്നും വരുത്തരുതേ, ഇച്ചിരി സന്തോഷം കൂടുതലുണ്ട്. അതുപോലെ മഴയത്ത് മുൻപേ കണ്ടപ്പോ ആദ്യം ചെറുതായിട്ട് ദേഷ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. മഴയത്ത് മുൻപേ കണ്ടപ്പോ, അത് ആദ്യം കണ്ടപ്പോ മിക്ക പേർക്കും ഇത് എന്തൊരു പിന്നെ പക്ഷെ ഭയങ്കര സാധുവാണ് ചേച്ചി. ഞാൻ ബേസിക്കലി സാധുവാണ്. ഒരു മിനിറ്റ്, ഞാൻ ചേച്ചിക്കുള്ളതും സാറിനുള്ളതും എടുത്തിട്ട് വരട്ടെ. ഇനി നമുക്ക്
ഞങ്ങൾക്ക് കഴിച്ചുകൊണ്ട് സർ ഞങ്ങൾക്ക് കൂടുതൽ വിശേഷം പറയണം.